നമസ്കാരം. ശില്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആദ്യത്തെ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്നതും ഏറ്റവും പുതുമയാർന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള കലാകാരന്മാർ ഇത്തരം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ യൂട്യൂബിലും റീൽസുകളിലും കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള സാഹചര്യമോ സാധ്യതയോ ഈ പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയെ പറ്റിയോ നമുക്കിവിടെ ഇതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. നമുക്കത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർട്സ് ആൻഡ് സീരീസ് ആണ്. ആർട്സ് ആൻഡ് സീരീസിൽ ആദ്യം വരുന്നത് ലൈം വാഷ് ആണ്, അടുത്തത് റിയൽ അയൺ, അടുത്തത് കോപ്പർ എഫക്റ്റ്, പിന്നെ വരുന്നത് ലിക്വിഡ് മെറ്റൽ. ലൈം വാഷ് എന്ന് പറയുന്നത് നമ്മളുടെ പഴയ വൈറ്റ് വാഷിന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ്. ഇത് നമ്മൾ ചേർത്തിട്ടുള്ളത് നാച്ചുറൽ എർത്തൻ പിഗ്മെന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതൊരു പ്രതലവും ഈ ഒരു തുരുമ്പ് എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്റീരിയറിലും എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആക്ടിവേറ്റർ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ കളർ വേരിയേഷൻ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വർക്കാണ്. ഇതുപോലെ ബ്രൈറ്റ് യെല്ലോ അതുപോലെ ഡാർക്ക് ടോണിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെ വേണം കൊണ്ടുവരാൻ പറ്റും. അടുത്ത് വരുന്നത് ആർട്ടിസൻ കോപ്പർ ആണ്. പഴമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണിത്. ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റെൻസിൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അയണും കോപ്പറും ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് പ്രതലം ചെയ്യാൻ പറ്റും. കബോർഡുകൾ, ജിപ്സം ബോർഡ്, അങ്ങനെ ഏതിലും നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ക്ലാവാണ്, കോപ്പർ എഫക്റ്റ്. അടുത്ത് വരുന്ന മർമറിനോ കാറ്റഗറിയാണ്. മർമറിനോയിൽ നമ്മൾ ആപ്ലിക്കേറ്റർമാരെ കൂടുതൽ കണ്ടുപരിചയിച്ചിട്ടുള്ളത് മാർബിൾ ഫിനിഷ് മാത്രമാണ്. അപ്പൊ ഇത് അതിന്റെ അടുത്ത ലെവൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിൽ സാനിറ്റൈസർ അടങ്ങിയിട്ടുണ്ട്. സാനിറ്റൈസർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ലെവലായിട്ട് ഭംഗിയായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ലെവലാക്കി ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് മർമറിനോ ഇംപ്രസ. ഇത് മർമറിനോ ക്ലാസിക്കോ പ്ലാസ്റ്റോ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇംപ്രസ. ഇത് നമ്മൾ ഒരു ലെപ്പോത്ര ഗ്രാനൈറ്റിന്റെ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റും. ഇതിൽ സാനിറ്റൈസറിന്റെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പഞ്ച് ചെയ്തിട്ടാണ് ഇത് ലെവലാക്കി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ നിരന്നു പോകാതിരിക്കാനും ഈ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാനിറ്റൈസറിന്റെ കറക്റ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് ഷെൽക്രീറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. നമ്മൾ ഇത് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പ്ലാസ്റ്റർ ചെയ്യാത്ത വോളിൽ, അതായത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സീലിംഗിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. അടുത്ത ലെവലായിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടുത്തിയ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇത് നെക്സ്റ്റ് ലെവല് പോളിഷ്ഡ് കോൺക്രീറ്റ്. ഇതിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുകൂടാതെ ഇതിൽ നമുക്ക് ഏത് കളറും ചെയ്യാൻ പറ്റും. നമുക്ക് പഴയ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിലൊരു സ്മൂത്ത് ഫിനിഷാണ് കിട്ടുന്നത്. നമുക്കിതിൽ ഏത് കളർ അവൈലബിൾ ആണ്. ടെറക്കോട്ട ബ്രിക്ക് അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ആർട്സ് ആൻഡ് സീരീസിൽ അടുത്ത ലെവൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ലിക്വിഡ് മെറ്റൽ. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റൈൽ കൊണ്ട് പല രീതിയിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കോപ്പറാണ് ചെയ്തിട്ടുള്ളത്. കോപ്പർ, ബ്രാസ്, ബ്രൗൺസ്, അലുമിനിയം, അയൺ, അങ്ങനെ പല ഷെയ്ഡ്സിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു റോളർ വെച്ചിട്ടുള്ള ഡിസൈനാണ് ഈ കാണുന്നത്. ഇത് പഞ്ച് ചെയ്ത ഡിസൈനാണ്. അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു പ്രതലവും നമുക്കൊരു മെറ്റൽ ഷീറ്റിന്റെ ഒരു മെറ്റൽ ആർട്ടിലേക്ക് മാറ്റാൻ പറ്റും. ഒരു ജിപ്സം ബോർഡ് അല്ലെങ്കിൽ ഒരു വാർഡ്രോബ് അല്ലെ വാള്, അങ്ങനെ ഏതും നമുക്ക് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അടുത്തായിട്ട് വരുന്ന രണ്ട് പ്രൊഡക്റ്റ് ആണ് ടവോലോ കാൽസ്മാറ്റ്, ടവോലോ വെല്ലർ. ഇതിന്റെ പ്രതലം വരുന്നത് ഒരു ചെറിയൊരു ഗ്രിപ്പോടുകൂടിയുള്ള പ്രതലമാണ് വരുന്നത്. അപ്പോൾ വാൾപേപ്പറിന്റെ ഒക്കെ മോഡലിൽ ഒരു ചെറിയ ഗ്രിപ്പ് ഫിനിഷ് ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ മെറ്റാലിക് ഫിനിഷും ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ടവോലോ വെല്ലർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു പഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ്. ഇതിലൊരു മെറ്റാലിക് ഫിനിഷാണ് വരുന്നത്. ഇതിന്റെ പ്രതലം
പഞ്ച് ചെയ്ത ടൈപ്പ് ആണെങ്കിൽ പോലും ഒരുപാട് പ്രൊജക്ഷൻസ് ഇല്ല, വളരെ സ്റ്റാൻഡേർഡ് ലെവലിൽ ഒരു വാൾപേപ്പർ എന്നൊക്കെ ലെവലിൽ ഒരു പോളിഷ്ഡ് ഫിനിഷ് വേണ്ടാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന തരം പ്രൊഡക്റ്റ് ആണ്. പല കളർ വേരിയേഷൻസിലും നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ പരിചയപ്പെട്ട പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.